അതുപോലെ തന്നെയാണ് മരണം. ഒരു വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ചിലർ മരിച്ചത് നല്ലതാണെന്ന് പറയുന്നുണ്ട്, ചിലർ മരിച്ചു കഴിഞ്ഞാൽ ദോഷങ്ങളുണ്ട്. അതായത് അവിട്ടത്തര മുതൽ അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ ജനിച്ചാൽ വസുപഞ്ചക ദോഷം എന്ന് പറയും. വസുപഞ്ചക ദോഷം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ 5 മരണം ഉണ്ടാകുന്ന അർത്ഥം. പിണ്ടനൂൽ ദോഷമുണ്ട്, ആയില്യം കേട്ട അങ്ങനെ കുറേ നക്ഷത്രങ്ങൾക്ക് പിണ്ടനൂൽ ദോഷമുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നൂല് പോലെ മരിച്ചുകൊണ്ടിരിക്കും. മനുഷ്യരായാലും പക്ഷികളായാലും മത്സ്യമായാലും എങ്ങനെയായാലും മരണം ഉണ്ടാകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ദോഷമുണ്ടെന്ന് കണ്ടാൽ ചിലപ്പോൾ മരിക്കുമ്പോൾ നമ്മൾ നോക്കില്ല, മരണം കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ശവദാഹമൊക്കെ കഴിഞ്ഞ ശേഷമാണ് സഞ്ചയനത്തിന് മുഹൂർത്തം കുറിക്കാൻ പോകുമ്പോഴായിരിക്കും ജ്യോത്സ്യർ പറയുന്നത് ഇദ്ദേഹം മരിച്ചിട്ട്, അല്ലെങ്കിൽ ഈ അമ്മ മരിച്ചിട്ട് വസുപഞ്ചക ദോഷമുണ്ട്, അല്ലെങ്കിൽ പിണ്ടനൂൽ ദോഷമുണ്ട്, അല്ലെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിഹാരമുണ്ട്. 16 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ വെച്ചൊരു മൃത്യുഞ്ജോഹോമം ചെയ്യുക. വസുപഞ്ചക ദോഷം, അല്ലെങ്കിൽ വസുപഞ്ചക ദോഷം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചമിയിലാണ് മരിക്കുന്നത്, വസുപഞ്ചക ദോഷം കൂടിയുണ്ടെങ്കിൽ പഞ്ചമിയും അവിട്ടത്തര, ചതയം, പൂരുട്ട, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രം കൊണ്ട് ചേർന്ന് ഏതെങ്കിലും ദിവസം മരിക്കുകയാണെങ്കിൽ, അതായത് അവിട്ടം തരയിലും അവിട്ടത്തിലെ കുംഭക്കൂറ് ആ രാശിയും പഞ്ചമിയും കൂടി വന്ന ദിവസം മരിക്കുകയോ, ചതയവും പഞ്ചമിയും കൂടി വന്ന ദിവസം മരിക്കുകയോ, പൂരുരുട്ടാതിയും പഞ്ചമിയും കൂടി വന്ന ദിവസം മരിക്കുകയോ, ഉത്രട്ടാതിയും പഞ്ചമിയും വന്ന ദിവസം മരിക്കുകയോ, രേവതിയും പഞ്ചമിയും ദിവസം വന്ന് മരിക്കുകയോ ചെയ്താൽ അതിന് വസുപഞ്ചക ദോഷമുണ്ട്. അപ്പം അങ്ങനെ ദോഷം കാഠിന്യം കൂടും. അപ്പോൾ വീട്ടിൽ വെച്ചൊരു മൃത്യുഞ്ജോമം ചെയ്യാം. ആ വീട്ടിൽ ഏത് നക്ഷത്രത്തിൽ മരിച്ചാലും ആ നക്ഷത്രത്തിൻ്റെ ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ ശിവക്ഷേത്രത്തിലെ 1 വർഷത്തേക്ക് മൃത്യുഞ്ജോമ പുഷ്പാഞ്ജലി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ധാര ചെയ്യേണ്ടതാണ്. പിണ്ടകർത്താവിൻ നക്ഷത്രം ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരിലും 1 വർഷത്തേക്ക് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കും.